താല്പര്യമില്ല പെണ്ണ് കേട്ടാൻ. എന്ത് ചെയ്യാനാ? എന്ത് ചെയ്യാൻ പറ്റും? ഹലോ ഹലോ അതെ MRG തന്നെ. പറഞ്ഞോ. അതെ നമ്മള് സിറ്റുവേഷൻ ഡ്രോപ്പ് ചെയ്യാന്ന്. അതെന്ത് പറ്റി? അത് ഇവിടെ കറണ്ടിന്റെ പ്രശ്നമുള്ളതുകൊണ്ടേ പിള്ളേർക്ക് കയറാൻ പറ്റുന്നില്ല. ഞങ്ങക്ക് കൊറേ പേർക്ക് കയറാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മള് കുറച്ച് പേരേ ഉള്ളു. അപ്പൊ ആൾക്കാർ കുറവാന്ന്. അതെങ്ങനെ സിറ്റുവേഷൻ ഡ്രോപ്പ് ആക്കാൻ പറ്റും? ഞാൻ പറഞ്ഞില്ലോ സിറ്റുവേഷൻ ഡ്രോപ്പ് ആക്കി. നമ്മുടെ സൈഡ് നമുക്ക് ഇന്നലെ സംസാരിക്കാൻ നേരം റാംബോ ഇങ്ങനെ നിങ്ങളുടെ ലീഡർ ഇങ്ങനെ അല്ലല്ലോ പറഞ്ഞത്. ലീഡറിന് കയറാൻ പറ്റുന്നില്ല, കറണ്ട് വേണ്ടേ. അപ്പൊ ഞാൻ പറയുന്നത് MRG സിറ്റുവേഷൻ ഡ്രോപ്പ് ആക്കി. അവര് വിളിച്ചിട്ടേ നമ്മള് സിറ്റുവേഷൻ ഡ്രോപ്പ് ആക്കുവാണെന്ന്. അവര് സിറ്റുവേഷൻ ഡ്രോപ്പ് ആക്കുവാണെന്ന്. അവരുടെ ലീഡറൊന്നും കേറാൻ പറ്റില്ല, കറണ്ട് ഇല്ലെന്ന്. വലിയൊരു പ്രശ്നമാണല്ലോ വാസുവിനെ. പോയോ? ഇത് നമുക്ക് ഡ്രോപ്പ് ചെയ്യാതിരിക്കാൻ പറ്റുമോ? ഇല്ലില്ല, പറ്റത്തില്ല. അവരല്ല അടികൊണ്ടേ, അവര് തീരുമാനിക്കണം കണ്ടിന്യൂ ചെയ്യണം വേണ്ടിയെന്ന്. ആണോ? അത്രേ ഉള്ളല്ലേ? അത്ര അപ്പൊ തല്ലുള്ളുകളുടെ തീരുമാനം അന്തിമ തീരുമാനമാ. എന്തൊക്കെ റൂളാണ് ഉണ്ടാക്കി വേറെ ചെയ്യാൻ പറ്റും? ജോക്കി അങ്ങനല്ലേ ജോക്കി വേണ്ടേ? ചത്തവന് പ്രശ്നമില്ലെങ്കിൽ മാറില്ലേട്ടാ. സറണ്ടർ ചെയ്ത് തല്ലുള്ളികൾ കറണ്ട് ഇല്ലെന്ന് പറഞ്ഞു. സറണ്ടർ ചെയ്ത് ലീഡറിൽ അവർക്കൊന്നും കേറാൻ പറ്റുന്നില്ല, കറണ്ട് ഇല്ല എന്ന് പറഞ്ഞ് സറണ്ടർ ആക്കിയേ. എനിക്ക് ഈ BCസിന്റെ കാര്യം ആലോചിച്ചിട്ടാ വിഷമം. നാളെ ഈ ദേഷ്യമെല്ലാം അവരുടെ ഉണ്ടെ തീർക്കുമല്ലോ. എല്ലാരും ഉണ്ടല്ലോ വൈകുന്നേരം തൊട്ട് 7 മണി തൊട്ടേ മുണ്ട് കൊടുത്ത് റെഡി ആയിട്ട് നിൽക്കുക. അപ്പൊ ഈ 3300 എന്നെ വിളിച്ചത് അത് MRCയിലുള്ള ആരുടെ നമ്പർ ആണോ? 3300 ഫേക്ക് കോൾ ആണെന്ന് ഇവിടെ കുറെ പേര് പറയണ. അല്ല, എനിക്ക് തോന്നുന്നു മറ്റേ MRCയിൽ അപ്പാപ്പനാണോ അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. കാരണം അതുപോലത്തെ ഒരു അങ്ങനത്തെ ടോണിലാ സംസാരിച്ചേ. ആ 3300. ഹലോ 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 പറയൂ. ഏതപ്പാപ്പൻ? ഇപ്പൊ ഞാനാണല്ലോ അപ്പാപ്പൻ. ഇതേതപ്പാപ്പൻ? ഞാൻ MRG-യിലപ്പാപ്പൻ. നീ എവിടെ? ഞാൻ TVയിലപ്പാപ്പൻ. നീ ഏതാടാ? ഞാൻ MRG-യിലപ്പാപ്പൻ. ഞാൻ TVയിലപ്പാപ്പനാടാ. എടാ ഞാൻ TVയിലപ്പാപ്പനാടാ. തനിക്ക് വയ്യേടോ. അതിന് ഞാനെന്താ വേണം? സുഖമാണോ? അതെ, നിങ്ങളായിരുന്നോ മറ്റേ സബ്ഗുരുവിന്റെ ആരായിരുന്നു എന്താ പറഞ്ഞേ? സബ്ഗുരുവിന്റെ ആരായിരുന്നോ? അതിപ്പോ നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല മക്കളെ. നീ ഒരു കാര്യം ചെയ്യാം, കറണ്ട് വരുമ്പോ ബാക്കി വന്ന് തല്ലുള്ളു. കേട്ടാ തല്ലുള്ളി. അയാളെന്തോ ചെയ്തടാ ഇയാളെന്ന് സിറ്റുവേഷൻ എടുക്കുവാക്കി. തമാശ പറയുന്നത് പക്ഷെ ചീറ്റി പോയോ? എന്തുവാടാ തമാശയായിട്ടൊന്നും റിപ്ലൈ തന്നത്. ആണോ? വാസുവിന്റെ കാര്യം ചോദിക്കട്ടെ, ഇയാളൊന്ന് ട്രിഗർ ചെയ്ത സിറ്റുവേഷൻ കേൾക്കുന്നില്ലയോടാ എന്നെ? എനിക്ക് ജോക്കി അതെ പുള്ളിയായിട്ട് ഇന്നലെ സിറ്റുവേഷൻ ആയത്. ഞാൻ ഇവിടെ കമന്റോടെ നോക്കിയിരിക്കുവായിരുന്നു. പുള്ളിയാണ് സിറ്റുവേഷൻ ട്രിഗർ ചെയ്യുന്നല്ല, പുള്ളിയായിട്ടാണ് ഇന്നലെ സിറ്റുവേഷൻ ആയത്. ഒരു കാര്യമാണ്. ദൈവം വന്നോ? ഹലോ, അപ്പൊ അപ്പാപ്പനോട് പോയി കുനിഞ്ഞിരിക്കാൻ പറഞ്ഞായിരുന്നു. ഞാനത് കറക്റ്റ് കേട്ടില്ലെന്നാണ് എന്റെ ഒരു വിശ്വാസം. അപ്പൊ തലച്ചുണ്ടോ? പറഞ്ഞെന്ന് തോന്നുന്നു. പറഞ്ഞെന്നാണ് തോന്നുന്നത്. തൽസുണ്ട് യൂട്യൂബ് ഉണ്ടല്ലേ? അവനെ കൊണ്ട് കുനിച്ചു നിർത്തുക ഞാൻ. ഇനി അപ്പാപ്പ അത് പറയരുതേ. അവനെ ഞാൻ കൊണ്ട് നിർത്തും. അത് വിട് മാസം വിട്ടേ. ഇല്ല പാപ്പ, അവനെ ഞാൻ കൊണ്ട് നിർത്തും. സിറ്റിയിലുണ്ടോ അവന്മാര്? അല്ല, അവന്മാര് സിറ്റിയിലുണ്ടോ? അത് അറിയത്തില്ല വാസവനെ. അത് വിട്, ഞാനല്ലേ പറയുന്നേ. വെല്ലി പോട്ടെ. എടാ കേക്കാവടാ?
എടാ ഇവന്മാരെ സിറ്റിയിലുണ്ടോ നോക്കാൻ പറ, നോക്കിയടാ ഒന്ന്. ഈ കണ്ടികൾ MRC കണ്ടികൾ സിറ്റിയിലുണ്ടോ നോക്ക്. അപ്പാപ്പൻ്റെ അടുത്ത് പോയി കുനിഞ്ഞിരിക്കാൻ പറഞ്ഞ ഞാൻ കേട്ടില്ല, പുള്ളി ഇപ്പോഴും എൻ്റെ അടുത്ത് പറയണേ. നമ്മുടെ പിള്ളേർന്ന് കേറാൻ പറഞ്ഞേ, നമ്മുടെ പിള്ളേർന്ന് കേറാൻ പറഞ്ഞു, ഒന്ന് കേറാൻ പറഞ്ഞു എല്ലാം അടുത്തത്. അവനെ ഞാൻ കുനിച്ചു നിർത്തി കൊടുത്തു വരാം. അതല്ല ഞാൻ പറയുന്നത് കേക്ക്. ഒന്ന് പുള്ളി അത് പറഞ്ഞൊന്നും എനിക്ക് ഉറപ്പില്ല. അപ്പൊ പറഞ്ഞാലും പറഞ്ഞില്ല, അവന്റെ കൊണ എങ്ങനെ ആയിരുന്നല്ലോ വിളിച്ചപ്പം. അന്ന് മര്യാദ അപ്പൊ വേറെ ഒന്നും പറഞ്ഞില്ലല്ലോ അവിടെ റോങ് ആയിട്ട്. അല്ല അത് ഞാൻ അപ്പൊ നമ്മളിപ്പോ ഓൾറെഡി ചോദിച്ചായിരുന്നു, അതിനൊരു പ്രോപ്പർ റിപ്ലൈ കിട്ടിയില്ല. എന്തായിരുന്നു? അതായത് ഇന്നലെ നമ്മൾ MRC ആയിട്ട് സിറ്റുവേഷൻ ഇതായിരുന്നു. എന്നിട്ട് ഇന്നലെ തന്നെ അവരുടെ ലീഡർ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നാളത്തേക്ക് പ്രീവാർ എന്ന് പറഞ്ഞു. എന്നിട്ട് കുറച്ച് മുമ്പ് ഇവരുടെ കോ ലീഡർ കണക്ട് ഇട്ടിട്ട് 11:15 ആകുമ്പോൾ പ്രീവാറിന് നമ്മൾ ടൈം എല്ലാം ഫിക്സ് ചെയ്തു. നമ്മൾ ബാക്കി കാര്യങ്ങളെല്ലാം ഇതാക്കി മാറ്റി വെച്ചിട്ട് നമ്മൾ പ്രീവാറിന് റെഡി ആയിട്ട് വന്നപ്പോൾ കുറച്ച് മുമ്പ് അതിലൊരു മെമ്പർ വിളിച്ചിട്ട് നമ്മൾ സിറ്റുവേഷൻ ക്യാൻസൽ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്യാൻ പറ്റുമോ? സിറ്റുവേഷൻ ക്യാൻസൽ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ അതിനെതിരെയുള്ള ആക്ഷൻ എന്താ? കേൾക്കാമോ? ഹലോ സോനെ, അത് ഒരു സെക്കൻഡ്, അവരെ കൺഫ്യൂസ് ചെയ്യണ്ട. ഞാനേ ഓക്കെ, ഞാൻ ഇപ്പോൾ ഒരു സെക്കൻഡ് വാസുമോനെ തന്നെ. വാസുമോനെ, ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ചത് കേക്ക്, സമാധാനമായിട്ട് കേൾക്കണം. അതായത് വാസുമോനെ, ഇന്ന് ഇപ്പോ നമ്മൾ അതിന്റെ പേരിൽ സിറ്റുവേഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു അൺവാണ്ടഡ് ആയിട്ട് വരും. കാരണം ഞാൻ പുള്ളീനെ അങ്ങോട്ട് വിളിച്ചിട്ടാണ് സംസാരിച്ചത്. അങ്ങോട്ട് വിളിച്ച് സംസാരിച്ചാൽ അപ്പാപ്പനൊന്നും റോങ് ആയിട്ട് പറഞ്ഞില്ലല്ലോ. ഇത് ആരാന്നല്ല ചോദിച്ചുള്ളൂ. അങ്ങനെ അതിന് കുനിഞ്ഞിരിക്കാൻ പറയണത് എന്താണ്? എന്റെ ആവശ്യം എന്താ അവന്? അത് മേ ബി ആ ഇതിൽ പറഞ്ഞ നമ്മൾ ഇതിന്റെ പേരിൽ സിറ്റുവേഷൻ എടുക്കുന്ന വാസം, ഇതൊരു തീട്ട വള്ളിയാണ്. ഇത് വേണ്ട, നമുക്ക് എന്തായാലും നമ്മളെടുക്കാൻ വരും, എങ്ങും പോകത്തില്ല. ഇവിടെ അടുത്ത ഇവനെ കിട്ടിയാ പിടിച്ച് കുനിച്ചു നിർത്തുക ഞാൻ. എന്തായാലും അവൻ പറഞ്ഞതുപോലെ അവനെ കുനിച്ചു നിർത്തുക ഞാൻ. അല്ല, സിറ്റുവേഷനിൽ നമുക്ക് കിട്ടുവാണെങ്കിൽ നമുക്ക് പിടിക്കാം. ഇതിന്റെ പേര് വേണ്ട, എനിക്ക് വേണ്ട. ഹലോ ഹലോ, പറഞ്ഞു. ഈ 11:15 കൺഫേം ചെയ്തിട്ട് ബിഹേവ് ഉണ്ടോ? ഉണ്ട്, ബിഹേവ് ഉണ്ട്. ഒന്ന് പുറത്തൊന്ന് കാണിക്കാവോ? പുറത്തുനിന്ന് കാണിക്കാം. എന്റെ അടുത്തല്ല, വേറൊരാളുടെ അടുത്താ. വിളിച്ചാൽ മതിയോ? ഓക്കെ, വിളിച്ചാൽ പുറത്ത് വിളിച്ചില്ല. എടാ ഡെസ്ട്രോ അതിലും ഒരു പ്രശ്നമുണ്ട്. അതായത് അവര് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട് ഇന്ന് വാറിന് അവരില്ല, അവർ ഡ്രോപ്പ് ചെയ്യാന്നുള്ളത്. അല്ല പാപ്പ, അതിനു മുമ്പ് ഇത് കൊണ്ട് കാണിച്ചതിന്റെ പ്രൂഫ് ഉണ്ടോന്നാണ് അവര് ചോദിക്കുന്നത്. നമ്മുടെ അടുത്ത് ഓൾറെഡി 11:15 വരാൻ പറഞ്ഞെന്ന്. അത് മനസ്സിലായി. അത് കഴിഞ്ഞിട്ട് അവര് തന്നെ വിളിച്ചിട്ട് സിറ്റുവേഷൻ അവർ ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞില്ലായിരുന്നു. അപ്പൊ നമ്മുടെ അടുത്ത് റെഡിയാ. പിന്നെന്തിനാ? പിന്നെ ആദ്യമേ തന്നെ ഇതാക്കാൻ പറഞ്ഞ പോരായിരുന്നു. അപ്പൊ നമ്മുടെ സമയം മെനക്കെടുത്തുന്നത് എന്തിനാ? അതാണ് ഇപ്പം ഞാൻ നമ്മുടെ സമയം മെനക്കെടണ്ടെന്ന് കരുതി പറഞ്ഞ. കാരണം ഇത് കറങ്ങി തിരിഞ്ഞ് അവര് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു എന്ന് പറഞ്ഞിടത്ത് നിക്കത്തുള്ളത്. ഇല്ല, ഞാൻ നോക്കട്ടെ. ചന്ദ്ര, എന്താ നീ പറയണേ? നമ്മുടെ അടുത്ത് വണ്ടിയുണ്ട്. അമ്മയുടെ മൊത്തം വണ്ടി ഇവിടെ ഉണ്ട്. ഇവിടാണ് അമ്മരെല്ലാം വന്നേക്കുന്നത്. ഈ ഏരിയ വൈഫൂട്ടാണ്. വണ്ടി എടുക്കണം, വണ്ടി யாரா அது மூவ் பண்றோம்? എടാ ബാക്കിൽ നിന്ന് വരുന്നടാ, ബാക്കിൽ നിന്ന് വരുന്നടാ, ബാക്കിൽ നിന്ന് വരുന്നടാ. എടാ ബാക്ക് നോക്ക്, നിങ്ങൾ ബാക്ക് നോക്കണേ. എടാ എന്തോന്നാ ഇത്? ബാക്ക് നോക്ക്, ബാക്ക് നോക്ക്. ഇങ്ങോട്ട് തല്ല്. എടാ ഇങ്ങോട്ട് തല്ലടാ. நானும் மட்டும் தான் இருக்குமா? എടാ ഇങ്ങോട്ട് തല്ലടാ.
എടാ ഈ മാർക്ക് തന്നെടാ റൈറ്റ് നടക്ക് പോയി ഒരു കൊല്ലാടി പോയി കിട്ടിയടാ പിന്നാടി വരാൻ മതി ഉപ്പിനടി അവൻ പറിക്കും വെളിയുള്ള ഇടിച്ചോളാം അവനെ ഓടിച്ചിട്ട് ഓർഡർ കണ്ടി എന്നോട് ഇങ്ങനെ കേട്ടോ മറ്റേ അപ്പാപ്പനെ മറ്റേ കോണടിച്ച മറ്റേ പ്രിയവാരി കോണടിച്ച ഷിബുവോ അവരെ രണ്ടെണ്ണത്തെ എടുക്കണേ അവന്മാർ രണ്ടെണ്ണത്തെ എടുക്കണം കോണ കണ്ടികളെ നീയൊക്കെ നിന്റെയൊക്കെ വണ്ടി പ്രശ്നത്തെ എന്തായാലും കാണിച്ചാൽ കഴിവുള്ള മക്കളെ നിനക്കൊക്കെ നീയൊക്കെ ഇനി സിറ്റി നടക്കൂലോ നീയൊക്കെ നിന്റെ അപ്പാപ്പന്റെ കൊട്ട ചില്ലാവ് കത്തിക്കേ അവരെ ഓർത്തെടുക്കണ കള്ളക്കളവനെ എടാ ഒരു വീഡിയോ കേട്ട് പോയിട്ടുണ്ട് ഒരു ചില്ലുമില്ല കഴിച്ച എനിക്ക് ഒരു ചില്ലുമില്ല അപ്പാപ്പനെ പറഞ്ഞിട്ട് ഒരു പുണ്ടച്ചവന് മുഖത്തിൽ ഇവിടുന്ന് അവന്റെയൊക്കെ മെസ്സേജ് അവന്റെ കയ്യിൽ വെച്ചാൽ അവന്റെ കയ്യില് ഇല്ലവാനാ തിരിച്ചു വരട്ടാൻ അവനെ കണ്ടറിയോ നിങ്ങൾക്ക് ആർക്കെങ്കിലും കണ്ടറിയോ അവനെ എല്ലാത്തിനും പറക്ക് അല്ലാതെ പറക്കണ തരാ നിനക്കൊക്കെ തരാടാ നീയൊക്കെ കണ്ട മറ്റേ അച്ചി ഗ്യാങ്ങിനെയൊക്കെ എടുത്തിട്ട് അടിക്കുന്ന പോലെ നീയൊക്കെ നമ്മുടെ അടുത്ത് ഉണ്ടാക്കാൻ വരുന്നത് കോണ ഉണ്ടാക്കാൻ വന്ന ഈ MRC വണ്ടി ഭാഗത്തോട്ട് പോയാലും MRC വണ്ടി പട്ടി തീട്ടങ്ങളെ നിനക്കൊക്കെ തര കഴിവില്ലാത്ത തീട്ടങ്ങളെ എന്താ എണ്ണിക്കുന്ന നീ എണ്ണിക്കുന്നടാ കേടാ നീ എണ്ണിക്കുന്ന എവിടെ നിന്റെ അപ്പാപ്പന്റെ സുന്നത്തുണ്ടായിരുന്നു നിനക്ക് എണ്ണിക്ക് വരാൻ നിന്റെ അപ്പാപ്പന്റെ സുന്നത്തെ നടത്തി തരാടാ നിന്റെ പുള്ളിയുടെ തുമ്പ് വെട്ടിയാ നിനക്ക് വായിലോട്ട് വെച്ച് തരാം നിനക്ക് ഇടിച്ചു വേണം അവനെ ഇടിച്ചു വന്നടാ അവനെ കുഴപ്പമില്ല വിടി ബാക്കിയുള്ളവരെ തൂക്കിക്കൊണ്ടുവന്നു എല്ലാവരും തൂക്കിക്കൊണ്ടുവാ ഇവിടെ കൊണ്ടുപോയി ഇവിടെ എന്റെ മാർക്ക് ഇവിടെ കൊണ്ടുപോവാ എല്ലാവരും മൊത്തം ഇവിടെ കൊണ്ടുപോവാ അവിടെ രണ്ട് കളവന്മാരും തൊട്ടോ അവിടെ ഇതാണെന്ന് തോന്നുന്നു ആ കളവൻ കളവൻ അവനെ മാറ്റിട് എടാ ഇത് തറലിടുന്ന ഇത് പോകുന്നില്ലടാ ഒരു വണ്ടി പോയാ മതിയേ ഇവിടെ മാർക്കെത്താം
എടാ ഇറ്റാച്ചി വിട്ടേര് ബാക്കിയുള്ളവരൊക്കെ നമുക്ക് അവിടെ കണ്ടി ഇവിടെ തല്ലട്ടാ ഗ്യാങ്റസ് പോലും ഇല്ലാതെ അടിക്കാൻ വന്നേക്കുന്നത് എന്താണ് വഴി കൂടെ പോയപ്പോ കേറിയത്? ഓട്രാ ബാക്കിയുള്ളവരെ കത്തിക്കാൻ നോക്ക്. ഗതികേട് തന്നെ. ലാസ്റ്റുള്ളവനെ വിടറാ കുലുക്കി കുലുക്കി ഇരിക്കോളിയാ പോയാ ബുള്ളറ്റ് കിട്ടിയല്ലോ വായിക്ക്. ഇവങ്ങോട്ട് പോയി ചാച്ചി ഇവിടെ ലാസ്റ്റ് പിങ് വന്നിട്ടൊന്ന് എടാ ഈ കഴിവില്ലാത്തവന്മാർക്ക് വേണ്ടിയാടാ നീയൊക്കെ നമ്മുടെ അടുത്ത് വന്നിരുന്ന് വെല്ലുവിളിക്കുന്നേ. എടാ നിന്റെയൊക്കെ ഇവന്മാർക്ക് പെണ്ണുങ്ങളുടെ പുറകെ ഇങ്ങനെ നക്കി നടക്കാൻ മാത്രമേ അറിയത്തുള്ളൂ, മനസ്സിലായോ? അവന്മാർക്ക് അതിനുള്ള കഴിവേ ഉള്ളൂ. അങ്ങനെ വല്ല എന്തെങ്കിലും ചെയ്യാൻ പറയടാ നിന്റെയൊക്കെ അവന്മാരുടെ അടുത്ത്. അല്ലാതെ നമ്മൾ നല്ല ഗാങ്സിന്റെ അടുത്ത് വന്ന് കൊണക്കില്ലെന്ന് പറ. അപ്പാപ്പന്റെ അവനെ വിളിച്ചെവിടെയാ ഇതാ ഷീൽഡ് ഒക്കെ ഇട്ട് വന്നിരിക്കുന്നത്. എടാ നമ്മൾ എത്ര ലേ ഉണ്ടാ ബാക്കി? നമ്മൾ എത്ര ലേ ഉണ്ടാ? 20 21 പേരെ. കണ്ടടാ കണ്ടികളെ. എടാ അവന്മാര് വരട്ടാ. എടാ ഞാൻ കാലട്ടെ കിക്ക് ആയമാർ തിരിച്ചു വന്ന് നമ്മുടെ അടിച്ചോണ്ട് പോവാൻ പറ്റുമെങ്കിൽ അത്ര കണ്ടിക്ക് ഉറപ്പുള്ളവനാണ് അടിച്ചോണ്ട് പോട്ടെ. എടാ മറ്റേ കണ്ടിയോടെ വേണം. മറ്റേ കണ്ടി ഷിബു. എടാ മറ്റേ കണ്ടി ഷിബു വേണം. ഷിബു ആ കണ്ടി എവിടെ വേണം? അവന്റെ ഒരു ലവ് പറയും പോടാ. നീയൊക്കെ വാറ് അടിച്ചിട്ടെ പ്രീവാർ അടിച്ചിട്ട് നീയൊക്കെ മറ്റേ പുറത്ത് മാത്രം എല്ലാരെയും കാണിക്കാൻ വേണ്ടി കൊണ അടിച്ചില്ലെന്ന് പറഞ്ഞിട്ട് നിന്റെ കൂടെ കണ്ടി ഷീബു ഒക്കെ വന്ന് നമ്മുടെ അടുത്ത് മൂഞ്ചിച്ചത് ഞങ്ങളാരും കണ്ടില്ലെന്നാണ് വിചാരിച്ചേ. കണ്ടികളെ പട്ടിത്തീട്ടങ്ങളെ നിന്റെയൊക്കെ വാർത്ത അവനെ കൊണ്ട് രണ്ടെണ്ണത്തിനെ കൊണ്ടുപോവാ. നിന്റെ വർത്താനം എന്നിട്ട് നാട്ടുകാരുടെ മുന്നിൽ മാത്രം മാന്യൻ. ഇവിടെ മാന്യനാവണേ എല്ലാവരുടെ മുന്നിലാവണം, അല്ലാതെ കാണിക്കാൻ വേണ്ടി മാത്രം മാന്യനാവരുത്. എന്നിട്ട് ഫേക്ക് ആയിട്ട് നിൽക്കുന്നവന്മാരെ ബാക്കി കൺവേർട്ടിങ് എന്ന് വണ്ടി എന്നും ഒള്ളി ലവ് നിന്റെ സാമാനത്തിലൊക്കെ കൊണ്ടുവെക്കണം. എടാ ഒരു ഓസ്റ്റേജേ പറ്റുള്ളൂ. എടാ കണ്ടി ഇതാണ് ഷിബു. എടാ കണ്ടി നീ ഇങ്ങനെ ചത്ത് കിടക്കും. നിനക്ക് വായ്ത്താളം മാത്രമല്ല കണ്ടി, മനസ്സിലായോ നിനക്ക്? നീ പ്രീവാറിൽ വന്ന് ഭയങ്കര കൊണച്ചായിരുന്നല്ലടാ. എന്നിട്ട് നീ എല്ലാവരുടെയും മുമ്പിൽ വന്നപ്പോ നിനക്ക് ലവ് കൊള്ളി. കണ്ടി നിനക്ക് തല്ലുകൊള്ളി. ഇവ പണ്ട് HF ഉണ്ടായിരുന്ന ആ കണ്ടിയാണോ ഇത്? അല്ലല്ല അവന്റെ വർത്താനം പന്ന നിന്റെ വർത്താനൊക്കെ നിന്റെ കയ്യില്. നീ തല്ലുകൊള്ളി ഗ്യാങ്ങിൽ ടയർ 3 ഗ്യാങ്ങിന്റെ അടുത്ത് പോയിട്ട് അടിച്ചാൽ മതിടാ. കേട്ടറാ ഈ ബുക്കണ്ടി കേട്ടറാ. നിന്റെ വാ തുറന്ന ഇനി ഇതുപോലെ എടുത്ത് വെച്ചേരും. നിന്റെ അപ്പാപ്പന്റെ കൊട്ട മുറിച്ച് നിന്റെ വായിക്കത്തോട് വെച്ചേരും ഞാൻ. അപ്പാപ്പന്റെ തൊലി കഴിഞ്ഞ പ്രീവാറിനെ നിങ്ങളെല്ലാം കണ്ട ഒരൊറ്റ POV അത് മാത്രമേ ഉള്ളൂ, മനസ്സിലായ? നിങ്ങളല്ല ഞാൻ തെറിയൊന്നും പറഞ്ഞില്ല. BP ശ്രദ്ധിക്കണ്ട. ഞാൻ എന്റെ BP ശ്രദ്ധിക്കാടാ പൊണ്ടച്ചി മോനെ. ഞാൻ എന്റെ BP ശ്രദ്ധിച്ചോളാം. പക്ഷെ നിന്റെ ഈ അപ്പാപ്പന്റെ ഒക്കെ BP എങ്ങനെ കൺട്രോൾ ചെയ്യും ഇപ്പം? അതാണ് പ്രശ്നം. ഞാൻ എന്താ കൺട്രോൾ ചെയ്തോളാം. ഇവരുടെയൊക്കെ BP എങ്ങനെ നീ കൺട്രോൾ ചെയ്യും? അവൻ എന്റെ അടുത്ത് മൂഞ്ചാൻ വരുന്നു. ഇപ്പതാ ഇവനെയും കൂടെ കൊണ്ടുപോകുമ്പോ ഇവനെ കൊണ്ടുവന്ന് ഞങ്ങൾ ഗ്യാങ് ഹൗസിൽ ചെയ്യിപ്പിക്കാൻ പോകുന്ന കാര്യം കാണുമ്പോ നീ താങ്ങൂലല്ലോടാ മോനെ. എടാ പിന്നെ വേറൊരു കണ്ടി ഉണ്ടായിരുന്നല്ലോടാ. ഇവരെ എന്തെങ്കിലും അടിച്ചിട്ടപ്പോ മാസ് അടിച്ചിട്ട് സേഫ് സോണിൽ ഓടിക്കേറിയ കണ്ടി. ആ കണ്ടി അവന് കൈവാക്കി ഇടിച്ചു വന്നു. അവനെ ഇടിച്ചാ വന്നേ. അവനെ ഇടിച്ചു വന്നു. എടാ BP ശ്രദ്ധിക്കടാ. ഞാൻ ഒരു കാര്യം പറയട്ടെ.
നിനക്കൊക്കെ മറ്റേ BP കാര്യം പറഞ്ഞിട്ട് ബാൻ മേടിച്ച് തരുന്ന പരിപാടിയാണ് നീ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവരുടെ POV ഞാൻ അവരുടെ അടുത്ത് പറയുന്ന POV വേണം എന്നാൽ മാത്രമേ ബാൻ കിട്ടത്തുള്ളൂ. ഞാൻ ഇവിടെ ഇരുന്ന് പറഞ്ഞാൽ ഒന്നും കിട്ടാൻ പോണില്ല. ഇവരും നിനക്ക് മനസ്സിലാവുന്നില്ല. അത് മനസ്സിലാവുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് പറയാനാടാ നിനക്ക്? ആ വിവരം ഇല്ല നിനക്ക്, വിവരം ഇല്ല. അതില്ലല്ലേ അതിന്റെ പ്രശ്നം, കുഴപ്പമില്ല. നമ്മളാ വാർ സിറ്റുവേഷൻ ഡ്രോപ്പ് ചെയ്യുവാണ്. മക്കളെ, എന്റെ മക്കളെ ആ വാർ സിറ്റുവേഷൻ ഞാൻ ഡ്രോപ്പ് ചെയ്യുവാതെ. അത് പറ്റുന്നില്ല, കരണ്ടില്ലേ ട്രാൻസ്ഫോമർ അടിച്ചു പോയേ. അല്ലല്ല അവന് വീട്ടിൽ വിളിക്കണം, ഇന്ന് നിന്റെ വെച്ച് വിളിച്ചു തരാം നിന്റെ വീട്ടിൽ. മനസ്സിലായ? നീ വാ, നിന്നെ കുനിച്ച് നിർത്തി കാണിച്ചു തരാം. നീ പറഞ്ഞതുപോലെ പൈസക്ക് 500 നീ പറഞ്ഞതുപോലെ ഞാൻ കുനിച്ച് നിർത്തി കാണിച്ചു തരാം. ഞാൻ ഓസി ഒന്നല്ല പറഞ്ഞു, എന്നോട് ഫോൺ വിളിച്ച കാര്യമോ പറഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞു. ഞാൻ ഓസി പറഞ്ഞിട്ടില്ല. ഈ ബ്രോക്കൺ വലിച്ചൂരി അവൻ മറ്റേ കുണം കാണിച്ചേ, അവൻ മുമ്പുണ്ടായിരുന്ന കുണം കാണിച്ചേ. അവനെ തിരിച്ചോണ്ട് കത്തിച്ചാൽ അവനെ തിരിച്ചോണ്ട് കത്തിക്കിര് മൊത്തം കത്തിരി. ഇവനെ ഒന്ന് കുനിച്ച് നിർത്തണേ. നമ്മുടെ അപ്പാപ്പന്റെ മുമ്പിൽ ഇവനെ ഒന്ന് കുനിച്ച് നിർത്തിയേക്കണേ. വെടിവെക്കല്ലേ തീരെ ഇത് എങ്ങനെ അല്ലെങ്കിൽ ഐഡിയ മാറി അവര് ഇതടിപ്പിക്കും. കാർലോ ഇല്ല ഇവിടെ. അടുപ്പിച്ചാണ് പന്നം. ചുറ്റും 5 പെമ്പിള്ളേരെ നിർത്തി കഴിഞ്ഞാൽ നീ ആരും അപ്പാപ്പനാവോ മക്കളെന്ന് വിളിക്കാൻ? അപ്പാപ്പനല്ല, കാമക്കടിയൻ. മനസ്സിലായ? എടാ സിറ്റി 2 സിറ്റി, എടാ 2 ഗ്യാങ് ഉണ്ട് സിറ്റി ഭരിക്കണം. അവര് അപ്പാപ്പന നമ്മളെ മക്കള് കൈ കൊട്ടി അടി അടിയെന്ന് പറഞ്ഞു. അല്ലല്ല ഇവനെ അങ്ങ് പൊക്കിക്ക. അത്ര നേരം ഇവനെ പുഴിപ്പിക്കാം. ഇവനെ അങ്ങ് പൊക്കിക്ക്. നീയൊക്കെ പറഞ്ഞ എന്റെ ഫ്രസ്ട്രേഷനും എന്റെ ഹ്യൂമിലിയേഷനും ഒക്കെ നീ എന്താന്ന് ഇപ്പൊ കണ്ടോ? ഇത് കണ്ടിട്ട് പോണം. ഇത് കണ്ടിട്ട് ഈ സിറ്റുവേഷനിൽ പറയുന്ന ഒരാളുടെ ഞാൻ എതിര് പറയത്തില്ല. ഇപ്പൊ കണ്ടോ ഫ്രസ്ട്രേഷൻ എന്താന്ന് ഞാൻ കാണിച്ചു തരാം. എനിക്ക് അത്ര വേണ്ടപ്പെട്ട ഒരാളെ പറ്റി പറഞ്ഞതിന്റെ ഫ്രസ്ട്രേഷൻ എന്താന്ന് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം നിനക്കൊക്കെ. നീ ഇത് കണ്ടിട്ട് പോയാൽ മതി കേട്ടോ. മിണ്ടായിരുന്നാണ് കണ്ടി വാറക്കടാ കണ്ടി. നീ എന്താ ഫോൺ വിളിച്ചപ്പോ പറഞ്ഞേ? മലയാളം
മുണ്ടൂറ സ്പൈഡർമാൻ ഇടറാ, സ്പൈഡർമാൻ ഇടറാ. മുണ്ടൂരടാ കണ്ടി മുണ്ടൂരടാ കണ്ടി മുണ്ടൂറ നിന്റെ കേക്ക് കോപ്പൊന്നും വേണ്ട നീ ഊരടാ കണ്ടി ഊരടാ നീ അപ്പാപ്പനെ കൊണ്ട് കുനിച്ചു നിർത്തുവന്നോ നീ എന്താടാ വിചാരിച്ച MRC പോലെ മറ്റേ മണ്ണാളോ ഇവിടെ ഉള്ളതെന്നോ കുഞ്ഞിക്കട എടാ ഇവനെ ഏടാ കുനിച്ചു നിർത്താൻ അവൻ മാറി ഒന്ന് മാറി അപ്പാപ്പനെ കൊണ്ടുവന്നാടാ അങ്ങോട്ട് അപ്പാപ്പനെ കൂടെ കൊണ്ടുവന്നാടാ അപ്പാപ്പനെ കൊണ്ട് അപ്പാപ്പനോട് നിൽക്കാം പാപ്പ നീ ഒന്ന് കുനിഞ്ഞാടാ നീ ഒന്ന് കുനിഞ്ഞാടാ നീ ഒന്ന് കുനിഞ്ഞാടാ നീ ഒന്ന് കുനിഞ്ഞാടാ നിന്റെ വായ്ത്താളൊക്കെ നീ വേറെ എവിടെയും മതി കേട്ടാ നമ്മടുത്ത് വേണ്ട നിന്റെ വായ്ത്താളം ഒന്നും മനസ്സിലായല്ലോ നിന്റെ നീ അപ്പാപ്പനെ പേരും കോപ്പി അടിച്ചിട്ട് നീ വന്ന് നിൽക്കുന്നത് കുനിയടാ നിനക്ക് സ്പെല്ലിംഗ് എന്തോടാ കുനിയടാ നീ അങ്ങോട്ട് WL മാത്രം എടുത്തോളല്ലോ അങ്ങോട്ട് നിൽക്കാൻ അതുകൊണ്ടാണല്ലോ ബാക്കി എല്ലാരും ഉണ്ടായിരുന്നു എടാ നീ ആ കുനിഞ്ഞു നിന്നോണ്ട് നീ ഒന്ന് പറഞ്ഞേ സോറി ആ പാപ്പ അറിയാതെ പറ്റിപ്പോയതാന്ന് പറടാ നിന്റെ വാ പോയോ പറ സോറി അപ്പാപ്പ അറിയാതെ പറ്റിപ്പോയതാന്ന് പറ സോറി TV അപ്പാപ്പ അറിയാതെ പറ്റിപ്പോയതാന്ന് പറ സോറി TV പാപ്പ അറിയാതെ പറ്റിപ്പോയി അങ്ങനെ അതിലൊരു സുഖം കിട്ടിയില്ലടാ അതിലൊരു സുഖം കിട്ടിയില്ല കുറച്ചും കൂടെ ഇതായിട്ട് പറ സോറി അപ്പാപ്പ TV ആണെന്ന് അറിഞ്ഞില്ല ഞാൻ അറിയാതെ സംസാരിച്ചു പോയതാ എന്നൊന്ന് പറ നീ ഒരു മിനിറ്റ് ഒരു അല്ല നീ ഒരു മിനിറ്റ് അറിയാതെ കുനിഞ്ഞിരിക്കുവാണേലും നിന്റെ വേണ്ട നീ ഒരു മിനിറ്റ് ഒരു അപ്പോളജി പറഞ്ഞു കേക്കട്ടെ TV കണക്ട് 79 പിന്നെ ഈ അച്ഛനെ ഞങ്ങൾ കുനിച്ച് നിർത്തിയിട്ട് നമ്മൾ കണക്ട് ചെയ്യാം അല്ലടാ ഇട്ടേരാ താല്പര്യമില്ലടാ നിന്റെ ഹോസ്റ്റേജിനെ ഇതാക്കിയിട്ടാണെന്ന് പറ അവന്റെ അടുത്ത് പറയടാ ഒരു മിനിറ്റ് അപ്പോളജി പറയടാ പറ സമയം പോണേ എന്തോ ഒരു മിനിറ്റ് അപ്പോളജി ഒരു മിനിറ്റ് നീ അപ്പാപ്പന്റെ അടുത്ത് അപ്പോളജി പറഞ്ഞു നീ ചെയ്ത തെറ്റ് അത്ര നേരം നീ നിർത്താതെ സംസാരിക്കണം നീ സംസാരിക്കും മനസ്സിലായില്ലടാ കണ്ടി നിനക്ക് ഏടാ കണ്ടി ഒരു മിനിറ്റ് കാല് പിടിച്ച് കര നീ ഇരുന്നിട്ട് നീ ഒന്ന് പറഞ്ഞ കേക്കട്ടെ പറ എന്ത് പറയണ്ടേ സോറി അപ്പാപ്പ TV ആണെന്ന് അറിഞ്ഞില്ല ഇനി ഒരിക്കലും ആവർത്തിക്കത്തില്ല സോറി എന്നൊന്ന് പറഞ്ഞ കേക്കട്ടെ ഇനി ഒരിക്കലും ആവർത്തിക്കത്തില്ല സോറി അല്ലല്ല അങ്ങനല്ല ഞാൻ മൊത്തം പറയടാ ഞാൻ പറഞ്ഞത് പറഞ്ഞോണ്ടിരുന്നീ സോറി അപ്പാപ്പ ഇനി ഒരിക്കലും ആവർത്തിക്കത്തില്ല TV ആണെന്ന് അറിഞ്ഞില്ല ഇത് പറഞ്ഞോണ്ടിരുന്നീ ഞാൻ നിർത്താൻ നേരം പറയാൻ നിന്റെ അടുത്ത് അവിടെ പറയട്ടെ ഉണ്ടായി ഈ മെസ്സേജ് ഒക്കെ ഉണ്ടല്ലോ ഇത്ര ഹ്യൂമിലിയേഷൻ ചെയ്യുന്നതിനകത്ത് ഈ പുള്ളി ഇപ്പൊ ഇത് പറഞ്ഞതൊക്കെ നാളെ ചിലപ്പോ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ട് എൻജോയ് ചെയ്യും അത്രയും ബുദ്ധിയുള്ള അവർക്ക് മനസ്സിലായോ ഇവർക്ക് അത്രയും ബുദ്ധിയുള്ളൂ നിന്റെ മറ്റേ അണ്ണനും ചേക്കണ്ണനും ഒക്കെ വരുമ്പോഴത്തേക്ക് വായിട്ട് അലച്ചാ മതി മനസ്സിലായോ ഇതുപോലെ അല്ലല്ല ഇനി ഒരു വട്ടോടെ ഇവ ഫിയർ കാണിച്ചില്ല വലിച്ചു കൊടുക്കാം കേട്ടോ ഇവനെ പിന്നെ ഒരു വട്ടോടെ പറയുമ്പോ സംസാരിക്കാൻ നീ ആരാ നീ മറ്റേ രാജാവ് കളിക്കുന്ന നീ പട്ടി തീട്ട നീ അപ്പാപ്പനല്ല നീ ഒന്ന് പറഞ്ഞാ പോരെ ഇതൊക്കെ കേൾക്കേണ്ട പറ നീ ഒരു മിനിറ്റ് ഈ പറഞ്ഞു തന്ന കാര്യങ്ങൾ പറ നീ പറഞ്ഞ പോലെ ഒരു അക്ഷരം തെറ്റാതെ പറയാതെ നിനക്ക് പറ്റിപ്പോയതാ
ബാക്കിയുള്ള മിണ്ടാരെ അവൻ പറയട്ടെ. എടാ അവൻ പറയട്ടെ എങ്ങനെ പറയട്ടെ പറ 1 മിനിറ്റ് നീ പറ. ഞാൻ ടൈം നിർത്താറാകുമ്പോ ഞാൻ പറയാം. அப்பா மட்டும் ஃபிட்ல நிக்கிட்டோ மத்த எல்லாம் மூவ் பண்ணு கொஞ்சம் அப்பா நீங்க மட்டும் நீ எல்லாரும் അറിയോ പറയടാ സ്റ്റാർട്ട് ചെയ്തോ സോറി ടി വി പാപ്പ അറിയാതെ പറ്റിപ്പോയതാ. സോറി ടി വി പാപ്പ അറിയാതെ പറ്റിപ്പോയതാ. ടി വി പാപ്പ അറിയാതെ പറ്റിപ്പോയതാ. സോറി ടി വി പാപ്പ അറിയാതെ പറ്റിപ്പോയതാ. സോറി ടി വി പാപ്പ അറിയാതെ പറ്റിപ്പോയതാ. സോറി ടി വി പാപ്പ അറിയാതെ പറ്റിപ്പോയതാ. എനിക്കൊരു ആഗ്രഹം കൂടി ഉണ്ടെന്നാ. പറ എടാ നീ ഇനി മക്കളെ മതി എന്ന് പറഞ്ഞേ. മക്കളെ മതി ആ ഒരു ഫീല് പറഞ്ഞേ. മക്കളെ മതി അത് പറഞ്ഞു. മതി മക്കളെ മതി. ഒരാൾ മര്യാദക്ക് സംസാരിക്കാൻ വിളിക്കുന്ന സമയത്ത് മര്യാദക്ക് സംസാരിക്കണം. ഇനി മനസ്സിലായ കേട്ടല്ലോ അതിന് ആ മര്യാദ കിടക്ക് നിന്റെ വീട്ടിൽ സംസാരിക്കുന്ന രീതിയിൽ ബാക്കിയുള്ളവരോട് സംസാരിക്കരുത്. മനസ്സിലായോ? ബാക്കിയുള്ളവന്മാർ നിന്റെ വീട്ടിൽ നിന്റെ ഷെയ്ക്കിനോടൊക്കെ സംസാരിക്കുന്ന പോലെ നമ്മോട് സംസാരിക്കരുത്. മനസ്സിലായോ? അതൊക്കെ നിന്റെ ഗ്യാങ് ഹൗസിൽ പുറത്ത് വന്ന ഇതുപോലെ വന്ന് ഇങ്ങനെ മുട്ടയിലിരിക്കും. നീ മുട്ടയിലിരിക്കും നീ ഇങ്ങനെ. അതൊക്കെ നിന്റെ വീട്ടിൽ വിളിക്കുക. നീ ഫോൺ വിളിച്ചിട്ടോ പുള്ളി നീയൊക്കെ കണ്ടോ ശരിക്കുള്ള എന്റെ ഫ്രസ്ട്രേഷൻ കണ്ടോ? ഇപ്പൊ അങ്ങ് വിളിക്കുന്നുള്ളൂ. പറ ബാബാ. എനിക്ക് വേണ്ടി എനിക്ക് വേണ്ടിട്ട് ആദ്യമായിട്ടാണ് ഒരു സിറ്റുവേഷൻ അല്ലേ. അപ്പാപ്പനെ തൊട്ടിട്ടൊന്നുമേ ഇവിടെ ഒരുത്തനും വിലസി നടക്കത്തില്ല. മനസ്സിലായ? ഇവിടെ നമ്മൾ വേണ്ടാന്ന് പറഞ്ഞ് നമ്മൾ പോയതാ. അപ്പാപ്പനെ അത് പറഞ്ഞുള്ള കാര്യം ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ആ സമയത്ത് തന്നെ ഞാനത് വിടൂലായിരുന്നു. മറ്റേ ടർഫ് ഓപ്ഷൻ പോലും വേണ്ടാന്ന് വെച്ചനെ ആ സമയത്ത് അറിഞ്ഞിരുന്നെങ്കിൽ. എന്ത് ടർഫ് ഓപ്ഷൻ? അവനൊന്നും നിങ്ങളെ പറഞ്ഞിട്ട് പോകണ്ട ഇവിടുന്ന്. ഞാനും അറിഞ്ഞില്ല, ഞാനും കേട്ടില്ലത്. അവന്റെ വർത്താനോടാ. അവൻ കേറി എവിടെ കേറി കളിക്കണം അവൻ. നല്ല കുറച്ച് കിട്ടി. കഴിഞ്ഞില്ലേ? കാർലോ വിളിച്ചിട്ടുണ്ട്. ഒരു റൗണ്ട് പൊട്ടിച്ചിട്ടൊന്ന് പറയുമോ? അവർക്കൊന്ന് പൊട്ടിക്കാനാണ്. അപ്പാപ്പനെ തൊട്ട നിങ്ങളുടെ പാപ്പ മാത്രമല്ലല്ലോ ഞങ്ങളുടെ അപ്പാപ്പനോടല്ലേന്ന് എന്റെ അടുത്ത് പറഞ്ഞ കാർലോ. അവനെ ഗ്യാങ്സ് കൊണ്ടുപോകാം. അവനൊന്നും അവിടെ കണ്ടിട്ട് പോട്ടെ. ടൈമുണ്ടോ? ആരവൻ കൊണക്കണ? ചോട്ടാബിന്റെ മൊട്ട നിന്നെ കൊണ്ട് കടിപ്പിക്കും. മനസ്സിലായി? ചോട്ടാബിന്റെ മൊട്ട അഡ്മിൻസ് രണ്ടോട്ടല്ലേ ഇവനൊന്ന് വലിച്ചു കൊടുത്തേ. ഫിയറിലൊന്ന് വലിച്ചു കൊടുത്തേ. അല്ലേ ഇനിയെ മക്കളെ MRCക്ക് വേണ്ടി കുറയ്ക്കാൻ എന്റെ DM-ൽ വരുന്നവന്മാർക്കും ബാക്കിയുള്ളവന്മാർക്കും ഇത് കണ്ട, ഇതാണ് നിന്റെയൊക്കെ അണ്ണന്മാരുടെ കഴിവ്. കണ്ട ഇങ്ങനെ ഇരിക്കും. ബ്രോ ഒന്ന് വരുമോ? അവന്റെ കയ്യും കാലും കണ്ടോടാ. കറക്റ്റ് നാടൻപെട്ടി ജ്യൂസ്. തീട്ടകളാണ് നമ്മുടെ 8 പേരെയല്ലാണ് അടിക്കാൻ പറ്റുള്ളൂ ഈ കണ്ടികൾക്ക്. 30 ഉണ്ടായിരുന്നില്ലേ?